ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കാത്തിരിപ്പിന് വിരാമം. മട്ടാഞ്ചേരി ജെട്ടിയിൽ നിന്ന് ബോട്ട് സർവീസ് ബുധനാഴ്ച മുതൽ. ട്രയൽ റൺ വിജയകരം. KJ മാക്സി MLAക്ക് മധുരം നൽകി നാട്ടുകാർ. നീണ്ട 6 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ വിരാമമാവുകയാണ്. മട്ടാഞ്ചേരി ജെട്ടിയിൽ നിന്ന് ബോട്ട് സർവീസ് ബുധനാഴ്ച മുതൽ ആരംഭിക്കും. ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ട്രയൽ റൺ വിജയകരമായി. KJ മാക്സി MLA, മേയർ M അനിൽകുമാർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി V നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ട്രയൽ റൺ സംഘടിപ്പിച്ചത്. മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ ബോട്ട് അടുത്തപ്പോൾ ഹർഷാരവത്തോടെയാണ് നാട്ടുകാർ എതിരേറ്റത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ MLAക്കും മേയർക്കും ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി V നായർക്കും സ്വീകരണവും നൽകി. മധുരം നൽകിയാണ് സ്വീകരിച്ചത്. 2018 പ്രളയത്തെ തുടർന്ന് എക്കൽ അടിഞ്ഞതോടെയാണ് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ നിന്നുള്ള സർവീസ് നിലച്ചത്. തുടർന്ന് 2021 ബോട്ട് ജെട്ടി നവീകരണവും കായൽ ഡ്രഡ്ജിങ്ങിനുമായി ഫണ്ട് അനുവദിച്ചു. ബോട്ട് ജെട്ടി നവീകരണം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഡ്രഡ്ജിംഗ് പൂർത്തിയാകാത്തതിനാൽ സർവീസ് ആരംഭിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് സംബന്ധിച്ച് KJ മാക്സി MLA നിയമസഭയിൽ സബ്മിഷനും ഉന്നയിച്ചിരുന്നു. CSMLന്റെ കൂടെ സഹകരണത്തോടെയാണ് ഡ്രഡ്ജിംഗ് നടത്തി ബോട്ട് അടുപ്പിക്കുവാനുള്ള സംവിധാനത്തിലേക്ക് ഒരുങ്ങിയത്. വാണിജ്യ ടൂറിസം കേന്ദ്രത്തിലെ പ്രധാന യാത്രാ മാർഗങ്ങളിലൊന്നാണ് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി. കൊച്ചി മഹാരാജാവിന്റെ യാത്ര വള്ളങ്ങൾ അടുക്കുന്ന ജെട്ടിക്ക് സമീപം രാജാവ് നൽകിയ സ്ഥലത്ത് ജനങ്ങൾക്ക് ജലയാത്രാ സൗകര്യമൊരുക്കാനായി 1930കളിൽ നിർമ്മിച്ച ജെട്ടി കൊച്ചിയിലെ ആദ്യകാല ജെട്ടികളിലൊന്നാണ്. സ്വാതന്ത്ര്യാനന്തരം ജലഗതാഗത വകുപ്പിന് കീഴിലെത്തിയ ജെട്ടി നിരന്തര അവഗണനയെ തുടർന്ന് നശിക്കുകയായിരുന്നു. തുറമുഖം, ഫോർട്ട് കൊച്ചി, കൊച്ചി നഗരം എന്നിവയുമായി പ്രതിദിനം 60ഓളം സർവീസുകളിലൂടെ 5000 മുതൽ 6000 രൂപ വരെ വരുമാനമാണ് ഇവിടെ നിന്നും ലഭിച്ചിരുന്നത്. കൂടാതെ ടൂറിസ്റ്റ് ബോട്ടുകൾ അടുപ്പിക്കുന്നതിലൂടെയുള്ള വരുമാനവും ഉണ്ടായിരുന്നു. ജെട്ടി നവീകരണത്തിനായി 99 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. ബോട്ടിലേക്കുള്ള നടപ്പാത, ടിക്കറ്റ് കൗണ്ടർ, യാത്രക്കാർക്കും ജീവനക്കാർക്കുമുള്ള വിശ്രമ മുറികൾ എന്നിവയാണ് നവീകരണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 3 ഘട്ടങ്ങളിലായുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നത്. ഡ്രഡ്ജിംഗ് ചെയ്ത് എടുക്കുന്ന ചെളി നിക്ഷേപിക്കാൻ ഇടമില്ലാത്തതാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിന് വിനയായി മാറിയത്. കിഷോർ ശ്യാംജി, ഭരത് എൻകോന, യാസർ അറാഫത്ത്, ആൽബർട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ബോട്ട് സർവീസ് ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് KJ മാക്സി MLA വ്യക്തമാക്കി. 2018 പ്രളയത്തിന് ശേഷം കൂടിക്കൊണ്ട് നമ്മുടെ മട്ടാഞ്ചേരി ജെട്ടി ഇത്ര വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ കൊച്ചിയുടെ ഒരു പൈതൃക മേഖലയാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. ഒരുപാട് വാണിജ്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഒരു കാലഘട്ടം മട്ടാഞ്ചേരിയിൽ നിന്നായിരുന്നു എല്ലാവരും എറണാകുളത്തേക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യേണ്ടത്. അതില്ലാതിരുന്നിട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ചേംബറുകാരും സ്പൈസസ് മർച്ചൻസും അതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള നമ്മുടെ കിഷോർ സാംജിയും നമ്മുടെ പിന്നെ ഭാരത് ഗോനൊക്കെ ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിലുള്ള വലിയ ശ്രമം ഉണ്ടായിരുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ബോട്ട് ജെട്ടി നവീകരിച്ചത്. ആ നവീകരണം കഴിഞ്ഞിട്ട് കുറേ നാൾ വെറുതെ കിടന്നില്ല. ഇറിഗേഷൻ അതിൻ്റെ എക്കൽ നീക്കുന്ന കാര്യത്തിലുള്ള ഒരു തടസ്സമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ CSMLന്റെ ഫണ്ട് ഉപയോഗിച്ച് ഫോർട്ട് കൊച്ചി ബോട്ട് നവീകരിച്ചപ്പോൾ അവർ ആ ചെളി കുറേയൊക്കെ നീക്കി തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. CSMLന്റെ CMDയും വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഡയറക്ടർ ഒരാൾ തന്നെയാണ്. അദ്ദേഹം അതിൻ്റെ ഭാഗമായി ചെയ്തു. ഇന്നൊരു ട്രയൽ നിലക്ക് ഫസ്റ്റ് ബോട്ടാണ് വന്നിട്ടുള്ളത്. നാളെ മുതൽ ഈ ഒരു സർവീസ് മട്ടാഞ്ചേരി ആരംഭിക്കുക. എല്ലാവർക്കും ഞാൻ സഹകരിച്ച ഇവിടുത്തെ എല്ലാവരോടും പ്രത്യേകം നന്ദി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.